السلام عليكم ورحمة الله تعالى وبركاته. أهلا بكم وسهلا مرحبا لكم إلى قناتنا UGC നെറ്റ് അറബിക് ലാംഗ്വേജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അദബുൽ അറബി അൽ ഹദീസ്. അൽ അദബുൽ അറബി അൽ ഹദീസ്, ആധുനിക അറബിക് സാഹിത്യങ്ങൾ. ആധുനിക അറബി സാഹിത്യത്തെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന് അശ്ശിഅർ, രണ്ടാമത്തേത് അന്നസർ. ഷിഅർ എന്ന് പറഞ്ഞാൽ കവിത, അതല്ലെങ്കിൽ പദ്യം. നസർ എന്ന് പറഞ്ഞാൽ ഗദ്യം, കവിതയല്ലാത്തത്. നസർ അഥവാ ഗദ്യം 4 രീതിയിലായി നമുക്ക് കണക്കാക്കാം. ഒന്ന് അൽ മഖാല അഥവാ ലേഖനങ്ങൾ, പ്രബന്ധങ്ങൾ. രണ്ടാമത്തേത് അൽ ഖിസ്സ അൽ ഖസീറ, ഷോർട്ട് സ്റ്റോറീസ്. മൂന്നാമത്തേത് അൽ റിവായ, നോവലുകൾ. നാലാമത്തേത് അൽ മസ്റഹിയ, ഡ്രാമകൾ. ഇനി അശ്ശിഅർ അഥവാ കവിത, പദ്യം. പദ്യത്തെ നമുക്ക് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലാക്കി അതിനെ ചർച്ച ചെയ്യാം. ഒന്നാമത്തേത് തൗറുൽ ഇഹ്യാ, പണ്ട് കാലത്തുണ്ടായിരുന്ന കവിതകൾക്ക്, അതിൻ്റെ ശൈലികൾക്ക് പുനർജന്മം നൽകിയിട്ടുള്ള ഒരു കാലഘട്ടം. രണ്ടാമത്തേത് തൗറു തഅസ്സുർ ബി ശിഅരിൽ ഗർബിയ്യ, വെസ്റ്റേൺ കവിതകളുമായി സാമ്യപ്പെടുന്ന രീതിയിലുള്ള കവിതകൾ വന്ന കാലഘട്ടം. മൂന്നാമത്തേത് തൗർ ഷിഅറുൽ ഹുർ, ഖാഫിയ വസനുകളൊന്നും ഇല്ലാത്ത ഷിഅറുൽ ഹുറിൻ്റെ കാലഘട്ടം. നാലാമത്തേത് തൗറുൽ ഖസീദ അന്നസിരിയ, പൂർണ്ണമായി ഗദ്യരൂപത്തിലൂടെ കവിത എഴുതുന്ന ഒരു സമയം, അതല്ലെങ്കിൽ ആ കാലഘട്ടം. ആദ്യമായി അറബി കവികളും അവരുടെ കവിതകളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം ഗദ്യസാഹിത്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അഅ്ലാമു ശിഅർ അൽ അറബി അൽ ഹദീസ്, ആധുനിക അറബി കവികൾ. മഹ്മൂദ് സാമി അൽ ബാറൂദി, ആഫിൽ ഇബ്രാഹിം തുടങ്ങി അഹ്മദ് ഷൗക്കി തുടങ്ങി സ്ലൈഡിൽ കാണുന്ന 14 കവികളെയും നമ്മൾ വ്യത്യസ്തമായി ചർച്ച ചെയ്യും. അതിനുശേഷം ഗദ്യസാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും.